പതിവ് പോലെ തന്നെ നമ്മൾ കർണാടകയിലുള്ള ബായാറ് ആന്ധ്രയിലേക്ക് വേണ്ടിയിട്ടുള്ള ലോഡ് കയറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം വെളുപ്പിനേഴത്തേക്കും നമ്മൾ ആസൻ ചുരം കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ ഒരു നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട്. അവിടെ കുളി അലക്കലൊക്കെ ഒഴുകുന്ന തന്നെ പാസ്സാക്കാന്ന് ഓർത്ത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നിയ അരുവി. ഇത് താഴത്തേക്കാണ്. നല്ല തണവുള്ള സമയമായതുകൊണ്ട് നല്ല തണവുള്ള വെള്ളമാണ്. എന്തായാലും 3 പേര് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് ഇനി ഭക്ഷണം വയ്ക്കണം. മുകളിൽ കയറിയിട്ട് വേണം ഭക്ഷണം വയ്ക്കാനായിട്ട്. ഇപ്രാവശ്യം ഞങ്ങളുടെ കമ്പനി വണ്ടിയല്ല 2 വണ്ടി വേറെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടാണ്ട് എൻ്റെ കൂടെ 2 വണ്ടി വേറെ ഉണ്ട്. അപ്പോൾ കാലത്തെ ഞങ്ങളിവിടെ എത്തി ചോറൊക്കെ വെച്ച്, ഇത് ആസൻ ചുരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചോറൊക്കെ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി. തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. ഉപ്പുമാവും കട്ടൻ കാപ്പിയും ഒക്കെ റെഡിയാക്കി. തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അയിലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാലത്ത് തന്നെ ചോറ് ഊറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് ആസൻ ചുരം കയറാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആന്ധ്രയ്ക്കാണ് പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത യാത്ര. ചോറിന് മീൻകറി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മുളക് വറുത്തത്, ഉണക്കമീൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ആന്ധ്രയിലേക്ക് കയറി. കാലത്തെ ചോറ് കഞ്ഞിയാണ് ഇന്ന് വെച്ചത്. കഞ്ഞിയും പയറ് ഉപ്പേരി. ഒരാളവിടെ കട്ടൻ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മുള്ളനുണ്ടായിരുന്നു, മുളകും വറുത്ത് മുള്ളനും വറുത്ത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അങ്ങനെ ഒരുതിനും പഞ്ചറും കിട്ടി. ഞങ്ങൾ ആ പഞ്ചറൊക്കെ ശരിയാക്കി ഞങ്ങളത് കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അടുത്തെത്താറായി. താടപത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കമ്പനി ഉള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, ന്യൂ ഇയർ ആണ്. ഈ 2024 അവസാന ദിവസം ഞാൻ ഒരു വീഡിയോ ഇടുകയാണ്. നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് പുതുവത്സരാശംസകൾ. അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.